ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ന്യൂ ഇയർ ഈവിന് ലണ്ടൻ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് ഇൻട്രോ ഇവിടുന്ന് എടുക്കേണ്ട വന്നു. ഇപ്പോൾ നമ്മൾ പാഡിങ്ടണിലാണുള്ളത്. എൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ലഞ്ച് പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ ലഞ്ച് പ്ലേസിലോട്ട് പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് ലഞ്ചായി ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഫുഡ് ട്രക്കുകളൊന്നുമില്ല. ഇന്ന് ഒഫീഷ്യലി ന്യൂ ഇയർ ആയതുകൊണ്ട് എംപ്ലോയീസൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ഓഫീസ്. ലീവില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഫുഡില്ല, ലഞ്ച് പ്ലേസ് ഇല്ല. അപ്പോൾ വി ഗോട്ട് ഫൈൻഡ് അനദർ ലഞ്ച് പ്ലേസ് ഫോർ ടുഡേ. അപ്പം നമ്മളിവിടുന്ന് വേറെ ലൊക്കേഷനിലോട്ട് പോകുന്നു ഗൈസ്. അപ്പുകുട്ടാ, അപ്പം ഇവിടെ അപ്പുകുട്ടാ വർക്ക് ചെയ്യുന്നത്. അപ്പുകുട്ടാ, നമുക്ക് ടോയ്സ് മേടിക്കണ്ടേ? വാ നമുക്ക് പോവാം. ഇവിടെ ഈ ഞങ്ങൾ ലഞ്ച് പ്ലേസ് തപ്പി വേറെ സ്ഥലത്തോട്ട് പോകുന്നു ഗൈസ്. ഇവിടെ നമ്മൾ ലഞ്ച് പ്ലേസ് തപ്പി നടന്നപ്പോൾ പാരീസ് സ്ട്രീറ്റിൽ വന്നു. പാഡിങ്ടണിലെ ഹൈ സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. സോ ഒട്ടും തിരക്കില്ല. സാധാരണഗതിയിൽ ഈ സ്ഥലമൊക്കെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. സോ എനിവേസ്, കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിലെ പണ്ട് പോയത് ഓർമ്മയുണ്ടോ? ഞങ്ങൾ വന്ന സമയത്ത് അതെ 2022 നമ്മൾ VIP കാർഡ് മേടിക്കാൻ ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിലാവുന്നത്. ആശുപത്രിയിലോട്ട് കയറുമല്ലോ. അന്ന് ഇതിലെ ഓടിയത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിലായിരുന്നു. അതിന് നമ്മൾ മുന്നോട്ട് നടക്കുന്ന ഗൈസ്. ഈ പോസ്റ്റ് ഓഫീസായിരുന്നു ഗൈസ് ഞങ്ങൾ ആദ്യം BRP കൈപ്പറ്റിയ പോസ്റ്റ് ഓഫീസ് ഓൺ പരീദ് റോഡ്. യാതൊരു ഹസലിങ്ങും ബസലിങ്ങും ഇല്ല ഗൈസ്. എന്ത് പറ്റി ലണ്ടന്? ആൾക്കാരെ ആരും കാണുന്നില്ല. തിരക്കുകളെല്ലാം മിക്കവാറും ന്യൂ ഇയേഴ്സ് ഈവിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ അതെ, എല്ലാ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. ന്യൂ ഇയർ ഇവൻറ്റിനായിരിക്കും. നമ്മടാ അസാബിളുടെ കസ്റ്റമേഴ്സാണോ? സോ പിന്നെ ഇവിടെ സമയം 12 ആയുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആവാം. വർക്കിംഗ് ഡേയും ആണ്. സോ അതുകൊണ്ടായിരിക്കും തിരക്ക് കുറവെന്ന് വിചാരിക്കുന്നു. ഈലിംഗ് ബ്രോഡ്വേ അല്ലായിരുന്നു ഗൈസ്, എഡ്ജ്വേർഡ് റോഡായിരുന്നു. എഡ്ജ്വേർഡ് റോഡിൽ നിന്ന് നടന്ന് നമ്മൾ മാർബിൾ ആർക്കിൽ എത്തിയിരിക്കുകയാണ്. മാർബിൾ ആർക്കിലാണ് ഹൈഡ് പാർക്കിൻ്റെ ഒരു എൻഡും ഓക്സ്ഫോർഡ് സ്ട്രീറ്റും ബോണ്ട് സ്ട്രീറ്റും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് ഗാലറി ഇവിടെയാണ് ഗൈസ്. മറ്റേ വാൻ ഗോഗിൻ്റെ ആർട്ട് വർക്കും ആർട്ട് ഷോയും ഗാലറിയൊക്കെ. പക്ഷെ നമ്മളിന്ന് ഇവിടെ കയറുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഗൈസ്. അത് നമ്മൾ ഞെക്കി പിടിക്കുമ്പം ഓറഞ്ച് പിഴിഞ്ഞ് വരും ഗൈസ്. എന്നിട്ട് ആ കുപ്പിക്കുള്ള വില കൊടുത്താൽ മതി ഗൈസ്. ഇതാണ് നമ്മുടെ ഫേമസ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ലൈറ്റ് ഇല്ലാതെ കാണുമ്പോൾ ഒരു ഏപ്രാച്ചി കോലം ഉണ്ടെങ്കിലും ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. അല്ല, ദിസ് ഈസ് നോട്ട് കഫേ ലെറ്റോ. പക്ഷെ കഫേ ലെറ്റോ പോലെ തോന്നും. അതെ, അതുപോലെ തോന്നും. സോ ഇത് രാത്രി വരുമ്പോഴേ അതിനൊരു ഭംഗിയുള്ളൂ. രാവിലെ അത്ര പോരാ. വാവ്, പ്ലഷ് ടോയ്സിൻ്റെ കട. വാവ്, പോസ്റ്റായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഫുൾ തിരക്കാണ്. വിൻ്റർ വണ്ടർലാൻഡിലോട്ട് പോകാനുള്ള തിരക്കാണ് ആൾക്കാർ.
അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര ആളും തിരക്കും ആയതുകൊണ്ട് കയറാൻ ശ്രമിക്കണം. കയറണം. പാർക്കിൻ്റെ ആയതുകൊണ്ട് ഇച്ചിരി കുറവായിരിക്കുന്നതാണ് പ്രതീക്ഷ. അപ്പം വി ആർ ഹെഡിങ് ദർ. അങ്ങോട്ടുള്ള തിരക്കാണ് ഗൈസ്. ഇനി നമ്മളവിടെ ചെന്നിട്ട് പാസ് എടുക്കണം. അതിന് വേണ്ടി പോവാണ് ഗൈസ്. എത്തി നമ്മൾ റെഡ് ഗേറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്ലി ഗേറ്റിലോട്ട് പോവാണ് ഗൈസ്. റെഡ് ഗേറ്റ്. വർക്കിംഗ് ഡേയും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞിട്ടും തിരക്കിനൊരു കുറവുമില്ല ഗൈസ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജനുവരി 1 വരെ ഉള്ളൂ. സോ നല്ല തിരക്കാണ്. സോ ഹോപ്പ്ഫുള്ളി വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടൈം. അത് കറി ലിറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഹിയർ. ലെറ്റ്സ് ഗോ ഗൈസ്. ഭയങ്കര ആളാണ് ഇവിടെ. ഹെവി ക്യൂ. വേഗം ഒരു ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. നമുക്കിപ്പം 3 തൊട്ടെടുക്കുന്ന ടൈമാണ് എടുത്തിരിക്കുന്നത്. 3 മണിക്ക് കയറാൻ വേണ്ടി. സോ ഗോണ ഗെറ്റ് ഇൻസൈഡ് ദ പാർക്ക്. ഇതാണ് ഗൈസ് റെഡ് ഗേറ്റ് എൻട്രൻസ്. അപ്പോൾ നമ്മളകത്ത് കയറി. കുറേ റൈഡ്സ് ഉണ്ട്. ടു മെനി റൈഡ്സ്. ഫുഡ് കഴിക്കാനുള്ള ജോയിൻസ് ഉണ്ട്. ക്വൈറ്റ് നൈസ്. കാരസൽ റൈഡ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര ജനക്കൂട്ടമാണ് ഗൈസ് ഇവിടെ. ഭയങ്കര ആളാണ്. ടു മെനി പീപ്പിൾസ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഇത്ര ആള്. ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഇത്ര ആളുണ്ടാവുമെന്ന് ഓർത്തില്ല. ഭയങ്കര ആളാണ്. അതെ, ആൾക്കാർ കുറവായിരിക്കുന്നതാണ്. സാന്റാഗ്രോട്ടോ ഒക്കെ ഉണ്ടോ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട്? എനിവേസ് നമ്മൾ കുറച്ചെല്ലാം ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അതാണ് പരിപാടി. വലിയ ജയന്റ് വീലുണ്ട്. പിന്നെ റോളർ കോസ്റ്ററുണ്ട്. പിന്നെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ അപ്പുറത്ത് എവിടെയോ ഉണ്ട്. പിന്നെ പിള്ളേരുടെ പരിപാടികളാണ് ഇതൊക്കെ. ഗെയിമാണ് ഗൈസ്. ബൗൺസ് ചെയ്യാതിരിക്കുന്നത്. സോഫ്റ്റ് ഹാൻഡ് ആണേലേ കിട്ടുള്ളൂ ഗൈസ്. അല്ലെ അത് ബൗൺസ് ഓഫ് ചെയ്യും. മൈക്കിൾ പിക്കാച്ചു. പോക്കിമോൻ മൈക്കിൾ. ഗൈസ് റോളർ കോസ്റ്റർ ഉണ്ട്. ഓരോ ഫുഡ് ജോയിൻസ് ആണ് ഇവിടെ എല്ലാം. ഓരോരുത്തര് ഗെയിം കളിച്ച് വിൻ ചെയ്തിട്ട് മേടിച്ചോണ്ട് വരുന്നതാണ് അതൊക്കെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിൻ്റെ അകത്ത് കയറാനുള്ള ക്യൂ. എന്തൊരു ക്യൂ ആണിത്. ഗോസ്റ്റ് ഹൗസിനാന്ന് തോന്നുന്നു. ഭയങ്കര ക്യൂ ആണ്. ഹോണ്ടഡ് മാൻഷൻ. അവരിത് കയറി വരുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടെന്ന് തോന്നുന്നു. അതുപോലെ ആളാണ്. ഇത്രയും വലിയ ഹ്യൂജ് ക്രൗഡായിട്ടും ഈ റെസ്റ്റ് റൂംസും ബാത്റൂംസും ഒക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കൾച്ചർ അവരാരും ഫോളോ ചെയ്യാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കത്തുമില്ല. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് എല്ലായിടത്തും ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും വലിയ ഹ്യൂജ് ക്രൗഡാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ എന്നിട്ടും അത് നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ഗ്രേറ്റ് തിങ്. ഇല്ല അതിനൊന്നും പേയ്മെൻ്റ് ഇല്ല. അത് ഡിസ്പൈറ്റ് ദാറ്റ് അവരത് ക്ലീനാക്കി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ ഹ്യൂജ് ക്രൗഡ് വന്നിട്ടും. സോ നാട്ടിലുമൊക്കെ ഇത് ഇങ്ങനെ ഒരു ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആണ്. എസ്പെഷ്യലി ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ്. നീണ്ടു നിവർന്ന് കിടക്കാണ് കൈസ്. ഒരു സൈഡിലേ പോയുള്ളൂ. ബാക്കി സൈഡിലോട്ട് ഇനിയും മൂവ് ചെയ്യുന്നു. മൈക്കിൾ വളയമേറ് കളിക്കാൻ പോവുകയാണ്. വളയമേറ് കളിക്കാൻ പോവുകയാണ്. നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. 6 റിംഗ് ഉണ്ട്. ഇട്ടോ അതാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓ കിട്ടിയില്ല.
ഓ ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ആ സ്ക്വയർ അടക്കം വീഴണം ഗൈസ്, എന്നാലേ കിട്ടുള്ളൂ. കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല. ഇന്നത്തെ കളിപ്പില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഗൈസ്. ഒരു ചിക്കൻ ഗൈറോസ് ബോക്സ് മേടിച്ചു, കഴിച്ചു നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന്. ഇത് പിള്ളേരുടെ സ്മോൾ കോസ്റ്ററാണ് ഗൈസ്. മറ്റേ റോളർ കോസ്റ്ററിൻ്റെ അത്ര ഇൻറ്റൻസിറ്റി ഇല്ല. ഇതെന്തോ ഗൈസ്, റെസ്റ്റോറൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ക്യാരസൽ. അതൊരു പുതിയ കൺസെപ്റ്റാണല്ലോ. കറങ്ങി നിന്ന് കുടിയാൽ മതി, കറങ്ങി കറങ്ങി കുടിച്ച് പോകാം ഗൈസ്. സർക്കസ് കൂടാരത്തിൻ്റെ തീമിൽ ഒരു റെസ്റ്റോ ബാറാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഫുഡ് മേടിക്കാം, ഇവിടെ നിന്ന് കഴിക്കാം, ഇച്ചിരി ചൂട് കായാം ഗൈസ്. ഫയർ പിറ്റാണ് ഗൈസ്, ലൈവ് ഇവൻറ്റും ഒക്കെ ഉണ്ട്. ചൂട് കായേണ്ടവർക്ക് ഇവിടെ വന്ന് ചൂട് കായാം. ഇതൊരു പഴയ നല്ല തീമിലുള്ള ബാറാണ്. ബൈസന്റെ ഹെഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. നൈസ്. ഇതാണ് ഐസ് റിംഗ്. ഗൈസ് ഇതൊരു ബാറാണ്. ഒരു മഞ്ഞുള്ള മരം വെച്ചൊക്കെ സെറ്റിങ് ഇട്ടിരിക്കുകയാണ്. ഓളം അടിപൊളി. ഐസ് കൊണ്ടുള്ളൊരു ചെയറും വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഐസ് ഇതാ കളി. അവനെ ഇറക്കാൻ വേണ്ടി സൂര്യക്കളി. കൊടൂര തണുപ്പും. കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കാത്തോണ്ട് നിങ്ങളവർക്കും നല്ല സുഖമാണ്. ഒട്ടും സുഖമല്ല ഗൈസ്, വലിയ പാടാണ്. പിന്നെ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ അതിലും ഭ്രാന്താവും. അതുകൊണ്ടാണ് സാഹസത്തിനൊക്കെ എന്താ ഇതിന് പറയുന്നത്, സാഹസത്തിനൊക്കെ മുതിരുന്നത്. ഗൈസ് ഇത് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. നമ്മൾ ബാത്തി പോയ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷാക്കുകളും ഐറ്റംസുകളും ഒക്കെ വിൽപ്പന ചെയ്യുന്ന എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് ബവേറിയൻ വില്ലേജ് എന്ന് പറയപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ജർമ്മൻ തീമിലുള്ളതെന്ന് തോന്നുന്നു. അതായിരിക്കും ബവേറിയൻ എന്നുള്ള പേര്. തുളസി ഗൈസ് എന്തുവാ അത്? ഓ എന്തുവാ ഇത്? ടുമോറോലാൻഡിന്റെ സെറ്റ് പോലെ ഉണ്ടല്ലോ. Bavarian Village Hall guys. ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ കളിയൊന്നും ജയിച്ചില്ല ഗൈസ്. ഇതുമായിട്ട് പോക്കം നടക്കുകയാണ്. വലിയ പാടായിരിക്കും ഗൈസ്. ഐസ് മൗണ്ടനിൽ കയറാൻ ഭയങ്കര ക്യൂ ആണ്. സോ ഡാം ഹ്യൂജ് ക്യൂ. അതുകൊണ്ട് ഞങ്ങൾ അതിലും കയറുന്നില്ല. ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഗൈസ്. സംഭവം ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. അതുപോലെ ആളാണ് മേലെ നീന്തത്തേക്ക്. ആൾക്കാരൊന്നും കാണുകയല്ലെന്ന് പറഞ്ഞു 31-ാം തീയതി വരാൻ നോക്കിയത്. 30-ാം തീയതി വരാൻ വേണ്ടിയിരുന്നു. ഇതിപ്പോൾ 30 ഡിസംബർ 10 ജനുവരി 10 ആളിന് കുറവൊന്നും ഉണ്ടെന്ന് തോന്നില്ല. നമുക്ക് വേഗം സ്ഥലം വിടാം ഗൈസ്. രക്ഷയില്ല, ഭയങ്കര ക്രൗഡ്, രക്ഷയില്ലാത്ത ക്രൗഡ്. അത് സ്ട്രോളറുമായിട്ട് വെരി ഡിഫിക്കൽട്ട്, ടു ഡാം ഡിഫിക്കൽട്ട്. സ്ട്രോളറുമായിട്ട് പിള്ളേരുണ്ട്, അത് വേറെ കാര്യം.
so damn hard. Better exit early. വേറെ പരിപാടി നോക്കാം. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഓരോ കടകളാണ് ഗൈസ്. ടെലിസ്കോപ്പ്, സിമിലർ സാധനങ്ങൾ ബാത്തിൽ നമ്മൾ കണ്ടായിരുന്നു. എല്ലായിടത്തും ഏറെക്കുറെ സെയിം തന്നെ ഗൈസ്. സാന്റാക്ലോസിൻ്റെ ഇന്നർവെയറും സാന്റ ഡ്രസ്സുകളും എല്ലാം ഉണക്കാനിട്ടിരിക്കുകയാണ് ഗൈസ്. ഈ തണുപ്പത്ത് എവിടെ തുടങ്ങാനാണ്? മഞ്ഞത്ത് തണുത്ത് മരിച്ചിരിക്കുകയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എക്സിറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. We are done for Winter Wonderland for this year. മതിയായി, had enough. Let's go. ഗൈസ്, പാർട്ടി ഇവിടെ തീരുന്നില്ല. ഇതിപ്പോഴും ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജനക്കൂട്ടമാണ്. ഫുൾ എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നു. സമയം ഇവിടെ 6 മണി. ഇതെനിക്ക് തോന്നുന്നു രാത്രി 11:30 12 വരെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതുവരെയും ആൾക്കാരിങ്ങനെ വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഗൈസ്, ആനിമൽസിന് ഒരു മെമ്മോറിയൽ ഉണ്ട് ഇവിടെ. നമ്മൾ മുന്നോട്ട് പോകുന്നു ഗൈസ്. മാർബിൾ ആർക്കിൽ ഭയങ്കര ആളാണ്. സോ ഹ്യൂജ് ക്രൗഡ്. ഇവിടുന്ന് ബസ് പിടിച്ച് ഗോയിങ് ടു പിക്കാഡിലി. അതാ ഗൈസ് നമ്മൾ നടക്കുന്ന സൈഡിൽ ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു കാർ ഷോറൂം. വാവ്, ആസ്റ്റൺ മാർട്ടിൻ DB12 വൺ ഷോറൂമാണ് ഗൈസ്. വൺ ഷോറൂം. വാൻറ്റേജ് ഉണ്ട്, SUV മോഡലുണ്ട്, ഹെവി DBX SO, അതൊക്കെ ഏത് വണ്ടി ഐ ഡോണ്ട് നോ. കൂടെ സാധനം DB12. ഓ, ഫോർട്ട്നം ആൻഡ് മേസൺ. ഓ ഗായ്സ്, ഒരു കഫേയുടെ ഫ്രണ്ട് വെള്ളം ഒലിപ്പിച്ച് നിൽക്കുകയാണ് ഗൈസ്. നീ കഫേ ലെറ്റോടെ അപരനാണോ? അതെ, കഫേ കോൺസെർട്ടോ ഗൈസ്. അപ്പം നമ്മൾ മുന്നോട്ട് നടക്കുന്നു. ആഫ്റ്റർ എ ടീ ബ്രേക്ക് അല്ല, മൈക്കിൾ ബ്രേക്കാണ്. നമ്മളിപ്പോൾ റിജൻ സ്ട്രീറ്റ് വഴി പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഇവിടെ കൂടുതൽ മാലാഹ ഉണ്ടായിരുന്നു. ബാക്കി മാലാഹ എല്ലാം അഴിച്ചെന്ന് തോന്നുന്നു. മാലാഹയുടെ എണ്ണം കുറവാണ്, 2 എണ്ണേ ഉള്ളൂ. ഇവിടെ എല്ലാം ബിൽഡിംഗ് റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് അവർ ഇൻസ്റ്റാൾ ചെയ്തില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ മലാഹയുണ്ട്. മലാഹയുടെ അനാറ്റമിയാണിത്. മലാഹയുടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് പുറകിൽ ഇങ്ങനെ നെറ്റിൻ്റെ ഷേപ്പിൽ നെറ്റിൻ്റെ അകത്താണ് ലൈറ്റ് അടിച്ചിട്ടിരിക്കുന്നത്. ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. ഫോർ വി ആർ വാക്കിംഗ് ടുവേർഡ്സ് പിക്കാഡലി സർക്കസ്. ഇതാണ് ദ ഫേമസ് മലാഗ. അപ്പുറത്തെ ലൈനിൽ വേറെ മലാഗയാണ്. ഗൈസ്, നടന്ന് നമ്മൾ പിക്കാഡലി റീജൻ സ്ട്രീറ്റൊക്കെ നടന്ന് ചൈന ടൗണിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ചൈന ടൗണിലെത്തിയോ നീ? ഭയങ്കര ആളാണ് ഗൈസ്. ഒരു രക്ഷയില്ല. തിരക്കിൻ്റെ അങ്ങേ അറ്റമാണ്. ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും മേലാത്ത പോലെ തിരക്കാം. ചൈന ടൗൺ ക്യൂ ആണ് ഗൈസ് കടയിൽ കയറാൻ.
അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു. വേറെ എന്ത് ക്യൂ ഇല്ലാത്ത കട നോക്കുക ഗൈസ്. അങ്ങനെ നോക്കി നോക്കി നമ്മൾ വീട്ടിലെത്താറായി ഗൈസ്. ക്യൂ ഇല്ലാത്തൊരു കടയില്ല. തണുപ്പത്ത് ക്യൂ നിൽക്കാൻ മടിയാണ് ഗൈസ്. രക്ഷയില്ല. മിക്കവാറും ഒന്നും ചെയ്യുമെന്ന് തോന്നില്ല ഇങ്ങനെ പോയാൽ. അവാർഡ് വിന്നിങ് ഗേ ബാർ എന്നാണ് പറയപ്പെടുന്നത്. ഗേ കപ്പിൾസാണ് അവിടെ കയറുന്നതെന്നാണ് പറയുന്നതായിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മൾ കുറച്ച് ഇറക്കി വന്നിട്ട് കുറച്ച് സാധനം കിട്ടി. ഇനിയിപ്പോൾ ആ സാധനമായിട്ട് വേഗം സ്ഥലം കാലിയാക്കുകയാണ് ഗൈസ്. ആള് കുറവുള്ളിടത്തോട്ടോ എല്ലാം പോകാതെ ഭയങ്കര ജനാവലിയാണ്. അഡൾട്ട് സ്റ്റോറാണ് ഗൈസ്. അവിടെയും 50% ഓഫാണ്. അവിടെയും ക്യൂ ആണ് ആൾക്കാർ കയറാൻ. അഡൾട്ട് സ്റ്റോർ. എല്ലാ അഡൾട്ടിന് വേണ്ട എല്ലാ സാമഗ്രികളും അവിടെ കിട്ടുന്നതായിരിക്കും. ഒരു ഇച്ചിരി ചൂടിന് കുറച്ച് ചൂട് കാപ്പി കുടിക്കാൻ കയറിയത് ഗൈസ്. ഇതിലെ നമ്മളിനിയും തിരിച്ചു വീട്ടിൽ പോകാനുള്ള ട്രെയിൻ നോക്കി പോവാണ് ഗൈസ്. ടോട്ടനം കോട്ട് റോഡ് ഗൈസ്. ഇതൊരു ഇൻഫിനിറ്റി എക്സ്പീരിയൻസ് ആണ്. മേളിലും സൈഡിലും പുറയിലും എല്ലാം ഉണ്ട്. ലൈറ്റ് വർക്ക്സ് ആണ് കൂടുതലും. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ലണ്ടനും വിൻ്റർ വണ്ടർലാൻഡും ന്യൂ ഇയേഴ്സ് ഈവും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ലൈറ്റ്സൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ വി ആർ ഹെഡിങ് ഹോം. അപ്പോൾ വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നിടം ബൈ ബൈ.